ഒരു കാലത്ത് വീഡിയോകോൺ എന്ന ബ്രാൻഡ് ഇന്ത്യയിൽ എല്ലാ വീടുകളിലെയും ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു. D2H സെറ്റ് ടോപ്പ് ബോക്സും ടെലിവിഷനുകളും വാഷിംഗ് മെഷീനുകളും മുതൽ എയർ കണ്ടീഷണറുകളും റെഫ്രിജറേറ്ററുകളും വരെ എല്ലായിടത്തരക്കാരുടെ വീട്ടിലും വീഡിയോകോൺ എന്ന കമ്പനിയിൽ നിന്ന് അഭിമാനത്തോടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പതിറ്റാണ്ടുകളായി ഇലക്ട്രോണിക്സ് വിപണി ഭരിച്ച കമ്പനി ഇപ്പോൾ നിലവിലില്ല എന്ന് നിങ്ങൾക്കറിയാമോ? വീഡിയോകോൺ ഇൻഡസ്ട്രീസിന്റെ കഥയാണിത്. അതിന്റെ മഹത്തായ ഉയർച്ചയും അതിന്റെ ദാരുണമായ പതനവും. ഐ ആം വിപിൻ. വെൽക്കം ബാക്ക് ടു ടോക്ക് വിത്ത് വിപിൻ. വർഷം 1979 വേണുഗോപാൽ ധൂത് തന്റെ സഹോദരന്മാരോടൊപ്പം വീഡിയോകോൺ ഇൻഡസ്ട്രീസ് എന്ന കമ്പനി സ്ഥാപിച്ചു. ഔറംഗാബാദിൽ ഒരു ടെലിവിഷൻ നിർമ്മാണ പ്ലാന്റ് നിർമ്മിച്ചുകൊണ്ട് അവർ ചെറിയ രീതിയിലാണ് ഈ കമ്പനിയുടെ പ്രവർത്തനം തുടങ്ങിയത്. ആ സമയത്ത് കളർ ടിവികൾ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന സമയമായിരുന്നു. വീഡിയോകോൺ ആ അവസരം നന്നായി മുതലെടുത്തു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വീഡിയോകോൺ കളർ ടെലിവിഷനുകൾ നിർമ്മിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനികളിൽ ഒന്നായി മാറി. മധ്യവർഗ കുടുംബങ്ങൾക്ക് വിശ്വസനീയമായ ഒരു ബ്രാൻഡായി വീഡിയോകോൺ മാറി. 1980കളും 90കളും വീഡിയോകോണിന്റെ സുവർണ വർഷങ്ങളായിരുന്നു. LG, സാംസങ്, വേൾപൂൾ തുടങ്ങിയ ആഗോള ഭീമന്മാരുമായി നേരിട്ട് മത്സരിച്ചുകൊണ്ട് കമ്പനി വാഷിംഗ് മെഷീനുകൾ, റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷണറുകൾ എന്നീ മേഖലകളിലേക്ക് കടന്നു. വീഡിയോകോൺ എണ്ണ, വാതകം, ടെലികോം, D2H എന്നീ ബിസിനസ്സുകളിലും പ്രവേശിച്ചു. കെൽവിനേറ്റർ, ഇലക്ട്രോലക്സ്, സാൻസുയി തുടങ്ങിയ ആഗോള ബ്രാൻഡുകളെ ഇത് സ്വന്തമാക്കി. ഇത് കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ഒരു കമ്പനിയായി മാറാൻ വീഡിയോകോണിനെ സഹായിച്ചു. ഏകദേശം 3 പതിറ്റാണ്ടുകളായി വീഡിയോകോൺ ഇന്ത്യൻ വിജയത്തിന്റെ പ്രതീകമായിരുന്നു. അന്താരാഷ്ട്ര ബ്രാൻഡുകളുമായി തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു കമ്പനി. എന്നാൽ തിളങ്ങുന്ന പരസ്യങ്ങൾക്കും കുതിച്ചുയരുന്ന വിൽപ്പനയ്ക്കും പിന്നിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയായിരുന്നു. 2000-ൽ ആഗോള മത്സരം ശക്തമായി. സാംസങ്, LG തുടങ്ങിയ കമ്പനികൾ താങ്ങാനാവുന്ന വിലയിൽ അത്യാധുനിക സാങ്കേതിക വിദ്യ കൊണ്ടുവന്നു. ഇതിനിടയിൽ പുതിയ കാലത്തിനൊപ്പം മുന്നേറാൻ വീഡിയോകോൺ നന്നേ പാടുപെട്ടു. ഉപഭോക്തൃ ഇലക്ട്രോണിക്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വീഡിയോകോൺ ഈ മേഖലയിൽ വളരെ ദുർബലരായി മാറി. എണ്ണ, ടെലികോം, മറ്റ് സംരംഭങ്ങൾ എന്നിവയിൽ കമ്പനി വൻതോതിൽ നിക്ഷേപം നടത്തി. തുടർന്ന് ടെലികോം 2G സ്പെക്ട്രം അഴിമതി വന്നു. അവിടെ വീഡിയോകോണിന്റെ പേര് വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. 2010കളോടെ വീഡിയോകോൺ കടത്തിൽ പൂർണ്ണമായും മുങ്ങി. ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് വൻതോതിൽ വായ്പയെടുത്തു, ഏകദേശം 90,000 കോടിക്കടുത്ത്. എന്നാൽ മോശം ബിസിനസ് തീരുമാനങ്ങൾ, വർദ്ധിച്ചു വരുന്ന മത്സരം, വിൽപ്പന കുറയൽ എന്നിവ കമ്പനിക്ക് ഈ വലിയ തുക തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നയിച്ചു. 2018-ൽ റിസർവ് ബാങ്ക് വീഡിയോകോണിനെ പാപ്പരത്ത നടപടികളിലേക്ക് വലിച്ചിഴച്ചു. താമസിയാതെ അതിന്റെ ചെയർമാൻ വേണുഗോപാൽ ധൂത് ICICI ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ കുറ്റക്കാരനാണെന്ന് ആരോപിക്കപ്പെട്ടപ്പോൾ കമ്പനിയുടെ പ്രശസ്തി കൂടുതൽ തകർന്നു. വായ്പകൾ ആരോപിക്കപ്പെട്ട ക്വിഡ് കോ ഇടപാടുകൾ, ICICI ബാങ്കിന്റെ അന്നത്തെ CEO ചന്ദ്ര കൊച്ചാറുമായുള്ള ബന്ധം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് രാജാവായിരുന്ന വീഡിയോകോൺ അത്യാഗ്രഹത്തിന്റെയും ദുർവിനിയോഗത്തിന്റെയും മറ്റൊരു കഥയായി മാറി. 2021-ൽ വർഷങ്ങളുടെ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം വേദാന്ത ഗ്രൂപ്പിന്റെ ട്വിൻ സ്റ്റാർ ടെക്നോളജീസ് ഇന്ത്യയുടെ പാപ്പരത്ത പ്രക്രിയയിലൂടെ വീഡിയോകോണിനെ ഏറ്റെടുത്തു. എന്നാൽ ഒരിക്കൽ ഇന്ത്യൻ കുടുംബങ്ങളിൽ വിശ്വാസത്തെ പ്രതീകപ്പെടുത്തിയ വീഡിയോകോൺ എന്ന ബ്രാൻഡ് എന്നേക്കുമായി ഇല്ലാതെയായി. ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു, നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടു, ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് വളർന്നു വന്ന ഒരു ബ്രാൻഡിനെയും നഷ്ടപ്പെട്ടു. വീഡിയോകോൺ എന്ന ബ്രാൻഡിന്റെ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഏതൊരു ബിസിനസ്സും കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ തയ്യാറായില്ലെങ്കിൽ വിപണി ആ ബ്രാൻഡിനെ കൈവിടും എന്ന ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. വീഡിയോകോൺ ഒരു കാലത്ത് ഇന്ത്യയിലെ ഇലക്ട്രോണിക്സിനെ വളർത്തിയ ഒരു ഭീമൻ ബ്രാൻഡായിരുന്നു. എന്നാൽ മറ്റു പലരെയും പോലെ കടം, അഴിമതി, കടുത്ത ആഗോള മത്സരം എന്നിവയ്ക്ക് ഇരയായി മാറി. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ കാണാം.